ഇത് മാസ് മോട്ടോഴ്സിതാണ്. ഹീറോൻ്റെ സൂപ്പർ സ്പ്ലെൻഡറാണ് വണ്ടി. ഹീറോൻ്റെ സൂപ്പർ സ്പ്ലെൻഡർ. അതിൻ്റെ സെൽഫ് ഹോൺ ഇൻഡിക്കേറ്ററൊന്നും പ്രോപ്പറായിട്ട് വർക്കാവുള്ള എന്നാണ് കംപ്ലയിൻറ്റ്. അതിൻ്റെ മെയിൻ പ്രോബ്ലം വെച്ചാൽ ബാറ്ററി ഫുൾ ചാർജ് ഇറങ്ങി പോയേക്കായിരുന്നു. ഇപ്പോൾ ഞാനൊരു ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പുതിയ ബാറ്ററി എടുത്ത് വെച്ചാണ്. നമ്മുടെ വണ്ടിയിൽ ഇരിക്കുന്ന ബാറ്ററി 2024 ബാറ്ററിയാണ്. ഞാനത് വോൾട്ട് നോക്കുമ്പോൾ 3 വോൾട്ടൊക്കെയാണ് നമുക്ക് അതിനകത്ത് കിട്ടുക. അപ്പോൾ അത്രയ്ക്കും ഡെഡായി പോയായിരുന്നു ബാറ്ററിയുടെ കണ്ടീഷൻ കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് അഴിച്ച് ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട്. 2024 മോഡൽ ബാറ്ററിയാണ്. ബാറ്ററിയുടെ കണ്ടീഷൻ ഫുൾ ചാർജ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പ്രത്യക്ഷത്തിൽ അതിൻ്റെ കംപ്ലയിൻറ്റ് പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ബാറ്ററിയിലേക്ക് കയറുന്ന ബാറ്ററിയിലേക്ക് ചാർജ് കയറുന്നതിൻ്റെ അളവ് കുറവാണ്. അളവ് കുറവാണെന്നല്ല, തീരെ ചാർജ് ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ്. ബാറ്ററി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാറ്ററിയിലേക്ക് ചാർജ് മൈന്യൂട്ടായിട്ടാണ് വന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന റെക്ടിഫയർ എന്ന് പറഞ്ഞ യൂണിറ്റാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ, ഞാനിപ്പോൾ മാറ്റി വെച്ചാണ്. ഇത് ആണ് പഴയത് കേട്ടോ. ഇത് വെക്കുമ്പോൾ അതിനകത്തേക്ക് ബാറ്ററിയിലേക്ക് ചാർജ് കയറുന്നില്ല. അപ്പോൾ പുതിയത് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഓക്കെയാണ്, ചാർജിങ്ങിൻ്റെ ആ ഫംഗ്ഷൻ കറക്റ്റായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇവിടെ ഈ സൈഡ് കുറച്ച് എക്സ്റ്റൻഷനൊക്കെ കൊടുത്തിട്ടാണ് നിർത്തിയേക്കണം. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് സോൾഡർ ചെയ്ത് കറക്റ്റ് ലെവലിലേക്ക് ആക്കി പിടിപ്പിക്കാം. ഈ റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് മാറ്റി വെക്കണം. അതല്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബാറ്ററി ചാർജ് ചെയ്ത് വയ്ക്കും, അപ്പോൾ ഈ സാധനം കൂളായിട്ട് വർക്ക് ചെയ്യും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാരണം ബാറ്ററിയിൽ ചാർജ് ഉണ്ടല്ലോ. പിന്നെ ബാറ്ററിയിലേക്ക് വണ്ടി ഓടി എഞ്ചിൻ സ്റ്റാർട്ടാകുമ്പോൾ ബാറ്ററിയിൽ നിന്ന് വണ്ടിയിലേക്ക് ചാർജ് കയറണം. ആ ഫംഗ്ഷൻ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ബാറ്ററി ചാർജ് തീരുമ്പോൾ ബാക്കിയത്തെ ഈ ഹോൺ ഇൻഡിക്കേറ്റർ ആയാലും സെൽഫ് പെട്ടെന്ന് പോകും. അതൊക്കെ വന്നത് ബാറ്ററിയിലേക്ക് ചാർജ് കയറാത്തതുകൊണ്ട് അതിനകത്തേക്ക് കയറിക്കൊണ്ടിരിക്കണം, ടോപ്പ് ആയിക്കൊണ്ടിരിക്കണം. ആ ഒരു ഫംഗ്ഷനാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ ആ സെക്ഷൻ കറക്റ്റ് ആക്കിയിട്ടാൽ അത് ഓക്കെ ആയിക്കോളും. ഞാൻ നമ്മുടെ ബാറ്ററി ഫുൾ ചാർജ് ചെയ്തിട്ട് കയറ്റി വെച്ചേക്കാം അതിനകത്ത്. അപ്പോൾ ബാറ്ററിയുടെ കണ്ടീഷൻ കൃത്യമായിട്ട് അത് പറയാൻ പറ്റില്ല, കിട്ടില്ല എന്നുള്ള കേസ്. 99%, 90% കിട്ടുന്നതാണ്. പിന്നെ നമ്മുടെ കഷ്ടകാലത്തിന് ചിലപ്പോൾ ഒരു പക്ഷേ അത് പോയിട്ടുണ്ടാവാൻ, കാരണം അത്രയും വോൾട്ട് കുറവായിരുന്നു അതിനകത്ത്. കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചാർജിലേക്ക് കിട്ടുമ്പോൾ ചാർജ് കയറണമൊക്കെ ഉണ്ട്. നമുക്കത് നോക്കിയിട്ട് അതിൻ്റെ കണ്ടീഷൻ പറയാം. എന്നിട്ട് വൈകുന്നേരത്തേക്കാണ് ചാർജ് ആയി സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഫുൾ ചാർജ് ആയി കിട്ടും. അപ്പോൾ റെക്ടിഫയർ യൂണിറ്റ് എന്തെങ്കിലും മാറ്റിയിട്ടേക്കാം, ബാറ്ററിയും ചാർജ് ചെയ്ത് കയറ്റാം. അതാണ് അതിൻ്റെ പ്രോബ്ലം ആയിരുന്നത്. അത് നമുക്ക് റെഡി ആക്കിയേക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. വണ്ടി എന്തെങ്കിലും നമുക്കൊരു 5 മണിക്ക് ശേഷമാണ് ബാറ്ററി വണ്ടിമേക്ക് എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഫുൾ ചാർജ് ആയിട്ട് വേണം വെക്കാനായിട്ട്, അതിന് ശേഷം വേണം ടെസ്റ്റ് ചെയ്യാനായിട്ട്. ബാറ്ററിയുടെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കിയത്തെ സെറ്റ് ചെയ്ത് ബാറ്ററി ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യുമ്പോൾ ബാറ്ററി എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കിട്ട് ഞാൻ ഇൻഫോം ചെയ്യാം കേട്ടോ. 2024 ബാറ്ററിയാണ്. ഓക്കെ.